തൊടുപുഴ മുതലക്കോടത്താണ് ഉടമസ്ഥൻ തന്നെ വളർത്തുനായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നടുറോഡിൽ തള്ളിയതായി പരാതിയുണ്ടായത്. കൊടുംവെയിലിൽ അവശനിലയിൽ നായയെ റോഡിൽ കണ്ട വഴിയാത്രക്കാർ വിളിച്ചറിയിച്ചതോടെ ഫയർഫോഴ്സ് രക്ഷകരായി എത്തുകയായിരുന്നു. സേവ് ദ അനിമൽസ് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു, ഓമന എന്നിവർ സംഭവ സ്ഥലത്തെത്തി നായയെ ഏറ്റെടുത്തു. തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരാതി നൽകി. ഇത് നമ്മുടെ തൊടുപുഴ മുതലക്കോടത്ത് ഇന്നലെ വൈകിട്ട് നമ്മൾ റെസ്ക്യൂ എടുത്ത കേസാണ്. നായയുടെ ഓണർ തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചതാണ്. തലയിൽ ആഴത്തിലൊരു മുറിവുണ്ട്. കൈ വെട്ടി അസ്ഥി വെളിയിൽ വന്ന അവസ്ഥയിലാണ്. പിന്നെ ഇവിടെയും വലിയ നല്ലൊരു ആഴത്തിലുള്ള മുറിവുണ്ട്. ഈ കൈ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പിന്നെ ബാക്കി വശത്ത് പുറത്തൊക്കെ കുറേ അധികം വെട്ടുണ്ട്. ഒരു 8-10ഓളം വെട്ട് ഈ നായ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ തൊടുപുഴ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് മൂവാറ്റുപുഴ ഫെലിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ തൽക്കാല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മണക്കാട് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാറ് പറഞ്ഞത് ഇതിന് സർജറി വേണമെന്നാണ്. കൈ സർജറി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കമ്പിയിട്ട് ഇതാക്കേണ്ട സാഹചര്യമാണ്. പിന്നെ തലയിൽ അതുപോലെ തന്നെ തുന്നലിട്ട് തലയോട്ടിയിൽ എന്താ സംഭവിച്ചതെന്ന് എക്സ്റേ എടുത്ത് നോക്കാനുമുണ്ട്. പിന്നെ ഓണർ മറ്റുള്ളവരോട് നാട്ടുകാർ കണ്ടവരും അവരെല്ലാം പറയണത്, ഓണർ പറഞ്ഞത് നായ വിളിച്ചിട്ട് വന്നില്ല. ഓണർ വിളിച്ചപ്പോൾ നായ അയാളുടെ അടുത്തേക്ക് വന്നില്ല എന്നാണ്. അങ്ങനെയൊക്കെ ഒരു കാരണം പറഞ്ഞ ഒരു സ്വന്തം വളർത്ത നായയെ ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മാരകമാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മളിതിന് മുൻപും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ നിയമ നടപടിയൊന്നും എടുക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞിനൊപ്പം ഇടുക്കി ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം മൂവാറ്റുപുഴ ഫെലിക്കൻ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. താൽക്കാലികമായി അഭയകേന്ദ്രത്തിലേക്ക് നായയെ മാറ്റി. വിളിച്ചിട്ട് വന്നില്ല എന്ന കാരണത്താൽ ഉടമസ്ഥൻ നായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് വിവരം. തോൾ ഭാഗത്ത് വെട്ടേറ്റതിനെ തുടർന്ന് നായയുടെ ഒരു കൈയുടെ അസ്ഥി വിട്ടുപോയിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടി മുറിവേറ്റതായിട്ടാണ് വിവരം. നായയുടെ കൈ ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ട് തുന്നിച്ചേർക്കണമെന്നാണ് വെറ്റിനറി ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്.